പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് വേൾപൂളിൻ്റെ തന്നെ പ്രീമിയം മോഡലായ 360 ബ്ലൂം വാഷ് എന്ന മോഡലിനെ പറ്റിയിട്ടുള്ള ഒരു ഡെമോയാണ്. ടോപ്പ് ലോഡിൽ തന്നെ വേൾപൂളിൽ ഏറ്റവും പ്രീമിയമായിട്ട് ഇറക്കുന്ന ഒരു മോഡലാണ് ഈ ഒരു 360 ബ്ലൂം വാഷ് എന്നുള്ളൊരു മോഡൽ. അപ്പോൾ അതിൻ്റെ പ്രത്യേകതയും ഡെമോയും പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നത്, ദയവായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേൾപൂളിൻ്റെ ഈ 360 ബ്ലൂ വാഷ് എന്നുള്ളൊരു മോഡൽ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വാഷിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയിലായിരിക്കും കറങ്ങുന്നത്. അതുമൂലം നിങ്ങളുടെ ആ ഡ്രസ്സ് എല്ലായിടത്തോട്ടും തന്നെ കറങ്ങി വളരെ ക്ലിയറായിട്ട് ആ ഒരു നല്ലൊരു ക്വാളിറ്റി തന്നെ കഴുകിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെ ഡിറ്റർജൻറ്റ് ബോക്സ് വരുമ്പോൾ കണ്ടില്ലേ, ഒരു നല്ലൊരു ബോക്സാണ് വരുന്നത്. ഡിറ്റർജൻറ്റ് ബോക്സ് വരുമ്പോൾ തന്നെ പിന്നെ നിങ്ങൾക്ക് അതിൽ തന്നെ കാണാൻ പറ്റും ഒരു ഇന്നൽ പൈപ്പും ഔട്ട്ലെറ്റ് ഹോസും വരുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രമ്മാണ് വരുന്നത്. പിന്നെ വേൾപൂളിൻ്റെ തന്നെ ആ ഒരു പ്രത്യേകതയായ ഹെക്സാ ബ്ലൂം ഇമ്പല്ലർ എന്നുള്ളൊരു 6 മാൻ വഴി തന്നെ നിങ്ങൾക്ക് വളരെ ശക്തമായിട്ടായിരിക്കും ആ ഒരു ഡ്രം കഴുകിയെടുക്കുന്നത്. അതായത് 360 ആംഗിളിലായിരിക്കും ആ ഒരു ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് കഴുകിയെടുക്കുന്നത്. പിന്നെ ഈ ഒരു മെഷീൻ ഇൻബിൽറ്റായിട്ട് തന്നെ ഹീറ്ററൂടെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ശക്തിയേറിയ അഴുക്കുകളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കതിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സിലോട്ട് കിടക്കാം. ഇത് ഒരു 8.5 kg വാഷ് മെഷീനാണ്. ഇതിൽ തന്നെ 9.5 kgയും വരുന്നുണ്ട്. ഓക്കെ, ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും P1 എന്നുള്ളൊരു ഓപ്ഷൻ, അതായത് ഡെയിലി ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് നമുക്ക് മിക്സഡ് ആയിട്ടുള്ള എല്ലാ തുണികളെയും തന്നെ ഈ ഒരു ഡെയിലി ഓപ്ഷനിലിട്ട് കഴുകിയെടുക്കാൻ പറ്റുന്നതാണ്. ആ പ്രോഗ്രാം സെലക്ട് ചെയ്ത് നമുക്ക് P1 സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഡെയിലി ഓപ്ഷൻ വരുന്നതാണ്. പിന്നെ P2 എന്ന് പറഞ്ഞിട്ട് ഹെവി എന്നുള്ള ഓപ്ഷൻ, അത് നമുക്ക് ബ്ലാങ്കറ്റ് അതല്ലെങ്കിൽ കട്ടി കൂടിയ ഡ്രസ്സുകളൊക്കെ തന്നെ ഈ ഹെവി ഓപ്ഷനിലിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നോർമലായിട്ട് എല്ലാ വാഷിംഗ് മെഷീനിലും വരുന്ന ആ ഒരു ഫങ്ഷൻസൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് ഓപ്ഷനിൽ വരുന്നത്. പിന്നെ P3 എന്നുള്ളൊരു ഓപ്ഷൻ ഡെലിഗേറ്റ്, അതായത് വളരെ കട്ടി കുറഞ്ഞ തുണികളൊക്കെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡെലിഗേറ്റ്സ് എന്നുള്ളൊരു ബട്ടണിലിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ P4 വൈറ്റ്, അതായത് വൈറ്റ് ഡ്രസ്സുകളൊക്കെ തന്നെ ആ ഒരു ഓപ്ഷനിലിട്ട് ചെയ്യാം. പിന്നെ സ്റ്റെയിൻ വാഷ് എന്നുള്ളൊരു ഫങ്ഷൻ വരുന്നുണ്ട്. അത് നമുക്ക് ഈ കറകൾ പോലത്തുള്ള തുണികളൊക്കെ തന്നെ ഈ ഒരു P5 എന്നുള്ളൊരു ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ആൻറ്റി ബാക്ടീരിയ, അതായത് നമുക്ക് ആൻറ്റി ബാക്ടീരിയ എന്നുള്ളൊരു ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഹീറ്ററും യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതായത് ഈ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള തുണികളൊക്കെ തന്നെ ആ ഒരു ആൻറ്റി ബാക്ടീരിയ ഫംഗ്ഷനിലിട്ട് യൂസ് ചെയ്യാം. പിന്നെ വൂൾനെസ് ബെഡ്ഷീറ്റ്, അതായത് നമുക്ക് ഈ കൈത്തറി പോലത്തുള്ള തുണികളൊക്കെ, അതായത് കൈ കൊണ്ട് ചെയ്യുന്ന തുണികളൊക്കെ തന്നെ നിങ്ങൾക്ക് വൂൾനെസ് എന്നുള്ളൊരു ഓപ്ഷനിലിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ബെഡ്ഷീറ്റ് പോലത്തെ തുണികൾ ബെഡ്ഷീറ്റ് ഫംഗ്ഷനിലിട്ട് യൂസ് ചെയ്യാം. പിന്നെ എക്കോ വാഷ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് P9 എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എനർജി സേവിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോഡാണ് എക്കോ വാഷ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത്. അത് വളരെ കുറച്ച് കൂടുതൽ ടൈം എടുക്കുമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഫംഗ്ഷനിലിട്ട് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ വളരെ കുറഞ്ഞ കറണ്ട് കൺസംഷൻ ആയിരിക്കും എക്കോ വാഷിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ റിൻസ് പ്ലസ് ഡ്രൈ എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് പുറത്തേക്ക് ഇട്ട് കഴുകിയ തുണിയിൽ തന്നെ നിങ്ങൾക്ക് റിൻസ് പ്ലസ് ഡ്രൈ എന്നുള്ള ഓപ്ഷനിലിട്ട് കഴുകിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഡ്രൈ ഓൺലി എന്നുള്ളൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. ഇതും നമുക്ക് പുറത്തൊക്കെ കഴുകിയെടുത്ത വളരെ ഇപ്പം മഴക്കാലത്തൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഡ്രൈ ഓൺലി എന്നുള്ളൊരു ഓപ്ഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യാം. കാരണം ഉണങ്ങാൻ വേണ്ടി കൂടുതൽ നേരം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ഓൺലി എന്നുള്ള ഓപ്ഷൻ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വാഷ് ഓൺലി വരുന്നുണ്ട്. നമുക്ക് വാഷ് മാത്രം മതിയെങ്കിൽ തന്നെ ഒരു ഫംഗ്ഷനിലിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് പുറത്തിട്ട് ഉണക്കി ചെയ്യേണ്ടതാണ്. പിന്നെ ഈ ഏറ്റവും താഴെ തന്നെ നിങ്ങൾക്ക് പവർ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ പ്രോഗ്രാം, പൗസ് ബട്ടൺ അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടൺ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഏതാണ് സെലക്ട് ചെയ്യുന്നത് അതനുസരിച്ച് തന്നെ ആ ഒരു സോക്ക്, വാഷ്, റിൻസ്, ഡ്രൈ എന്നുള്ളൊരു 4 ഫംഗ്ഷൻ അതിൽ കാണാൻ പറ്റുന്നതാണ്. ഇൻഡിക്കേഷൻ തന്നെ നിങ്ങൾക്ക് അതിൽ അറിയാൻ പറ്റും. പിന്നെ എക്സ്പ്രസ് വാഷ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കഴുകിയെടുക്കാം. ഒരു 25 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ കഴുകിയെടുക്കാനുള്ള ഒരു ഫംഗ്ഷനാണ് എക്സ്പ്രസ് വാഷ്. പിന്നെ ഇതിൽ ഉള്ള ആ ഒരു കപ്പാസിറ്റിയിൽ ഇടാൻ പറ്റത്തില്ല. ഏകദേശം ഒരു 3 kg ഉള്ള തുണികളൊക്കെ തന്നെ നിങ്ങൾ എക്സ്പ്രസ് വാഷിലിട്ട് കഴുകിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ എക്സ്പ്രസ് വാഷ് ഇട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ വളരെ കട്ടി കൂടിയ അഴുക്കുകളൊന്നും എക്സ്പ്രസ് വാഷിലിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അത് നമുക്ക് ഈ സ്പോർട്സ് പരമായിട്ടുള്ള അല്ലെങ്കിൽ ജേഴ്സി പോലത്തുള്ള ഡ്രസ്സുകളോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഫംഗ്ഷനിലൊക്കെ പോകുന്ന ഡ്രസ്സുകളൊക്കെ തന്നെ ഈ ഒരു എക്സ്പ്രസ് വാഷിലിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ കട്ടി കൂടിയ ഡ്രസ്സുകളൊന്നും ആ എക്സ്പ്രസ് വാഷിലിട്ട് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. പിന്നെ ഡ്രൈ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഡ്രൈ മാത്രം ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഡ്രൈയിൽ തന്നെ ആ ഒരു 4 മോഡ് വരുന്നുണ്ട്.
അതായത് മാക്സിമം നമുക്ക് പവർ ഡ്രൈ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് നമുക്ക് വളരെ സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് കഴുകിയെടുക്കാൻ പറ്റുന്ന പവർ ഡ്രൈ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വളരെ മഴക്കാലത്തൊക്കെ തന്നെ ഇത് കൂടുതൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതിൽ എക്സ്ട്രാ ഡ്രൈ വരുന്നുണ്ട്, നോർമൽ ഡ്രൈ, ജെൻറ്റിൽ. അതായത് നമ്മുടെ ആ ഒരു സ്പീഡിനനുസരിച്ചുള്ള വ്യതിയാനങ്ങളായിരിക്കും ഈ ഡ്രൈ ഓപ്ഷനിൽ വരുന്നത്. പിന്നെ ഹോട്ട് വാഷ് വരുന്നുണ്ട്. അത് നമുക്ക് വളരെ കട്ടി കൂടിയ അഴുക്കുകളൊക്കെ തന്നെ ഈ ഒരു ഹോട്ട് വാഷ് ഇട്ട് യൂസ് ചെയ്ത് പറ്റുന്നതാണ്. പിന്നെ അതിൽ തന്നെ ഹോട്ട് വാഷിൽ തന്നെ 3 മോഡ് വരുന്നുണ്ട്. വാം, ഹോട്ട്, അലർജിൻ ഫ്രീ എന്നുള്ള 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ വാം എന്ന് പറയുമ്പോൾ വളരെ നേരത്തെ ചൂടായിരിക്കും. ഈ അലർജിൻ ഫ്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലൈസ്ഡായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു അലർജിൻ ഫ്രീ എന്നുള്ളൊരു ഓപ്ഷനിലിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഹോട്ട് എന്നുള്ള ഓപ്ഷൻ വന്നിട്ട് അതും ഈ ഒരു ചൂടുവെള്ളം തന്നെ വരുന്നത്. അതിൽ മാക്സിമം ചൂട് വരുന്നത് അലർജൻ ഫ്രീ എന്നുള്ളൊരു ഓപ്ഷനിലാണ്. അതിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ബാക്ടീരിയാസൊക്കെ പോലുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് റിമൂവ് ആയി പോകുന്നതാണ്. പിന്നെ ഹാർഡ് വാഷ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് ഹാർഡ് വാഷിലിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെ ഇപ്പം കട്ടിയുള്ള വെള്ളമുള്ളവരൊക്കെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിലിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നിങ്ങൾക്ക് ആ ഒരു ഹാർഡ് വാട്ടർ വാഷിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ആ ഒരു സോഫ്റ്റ് വാട്ടറിലോട്ട് കൺവേർട്ട് ചെയ്തായിരിക്കും ആ വാഷ് മെഷീൻ വിടുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വാട്ടർ ലെവൽ വരുന്നുണ്ട്. വാട്ടർ ലെവൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ തന്നെ നിങ്ങൾക്ക് 10 ലെവൽ തന്നെ മാനുവലായിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോ ലെവൽ എന്നുള്ള ഓപ്ഷനിൽ അത് ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ അത് സെൻസ് ചെയ്തായിരിക്കും പ്രവർത്തിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അതിൽ സെലക്ട് ചെയ്യണമെങ്കിൽ തന്നെ അതിൽ 10 ലെവൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. ആ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു 360 ബ്ലൂ വാഷ് പ്രോയിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് പറയുന്നുണ്ട് 0 പ്രഷർ ഫിൽ ടെക്നോളജി വരുന്നുണ്ട്. അത് നമുക്ക് വളരെ കുറഞ്ഞ വാട്ടർ ലെവലൊക്കെ വരുന്ന പൈപ്പൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് വഴി തന്നെ നിങ്ങൾക്ക് വെള്ളം സക്ക് ചെയ്ത് എടുക്കുന്നതാണ്. പിന്നെ പവർ ഡ്രൈ എന്നുള്ളൊരു ടെക്നോളജി വരുന്നുണ്ട്. അത് നേരത്തെ നമ്മൾ ആ ഒരു ഡെമോയിൽ തന്നെ വിശദീകരിച്ചാണ്, ഡ്രൈ മാത്രം ചെയ്യാനുള്ള. പിന്നെ ബിൽറ്റ് ഇൻ ഹീറ്റർ വരുന്നുണ്ട്. അത് നേരത്തെ നമ്മൾ ഹോട്ട് വാട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു ചൂടുവെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കാൻ പറ്റുന്നുള്ള ഒരു മെത്തേഡാണ് ബിൽറ്റ് ഇൻ ഹീറ്റർ. ഈ ഒരു ബിൽറ്റ് ഇൻ ഹീറ്റർ വരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഹോട്ട് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ വാട്ടർ ലെവലും ക്വിക്ക് വാഷ് എന്നുള്ള 2 ബട്ടണും 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ചൈൽഡ് ലോക്ക് എന്നുള്ളൊരു ഫംഗ്ഷൻ ഓൺ ആവുന്നതാണ്. അത് നമുക്ക് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു ഫംഗ്ഷനിലും പ്രസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ചൈൽഡ് ലോക്ക് ഓൺ ആക്കിയിടുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു ബട്ടൺ പ്രസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു 360 ബ്ലൂ വാഷ് പ്രോയിൽ വരുന്ന ആ ഒരു സ്പെക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.